ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സാന്ത്വനം ടുവിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ ഒരു വിശേഷം കേട്ടാലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്തു തരിക. അങ്ങനെ നമ്മുടെ ദേവി തൻ്റെ ജീവിതത്തിൽ, അതായത് രണ്ടാമത് വീണ്ടും പോയി ദേവമംഗലത്ത് ചെന്ന് നാണം കെട്ട് ദേവി തിരിച്ചെത്തുകയാണ്. എനിക്കൊരിക്കലും ദേവമംഗലത്ത് പോകാൻ പറ്റില്ല, എനിക്കൊരിക്കലും പറ്റില്ല, എനിക്ക് നഷ്ടമായി, എൻ്റെ ആനന്ദേട്ടനെയും എൻ്റെ അമ്മയും അച്ഛനെയും ഒക്കെ എനിക്ക് നഷ്ടമായി എന്ന ആ ഒരു സത്യം ദേവി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം പക്ഷെ ദേവിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ദേവിക്ക് ആനന്ദ് ഈ വന്നതിൻ്റെ പുറമെ, അതായത് ഈ വന്ന ഇത്രയും സങ്കടങ്ങൾക്ക് പുറമെ ആനന്ദ് ഒരു ഡൈവേഴ്സ് നോട്ടീസും കൂടെ അയക്കാനുള്ള കാര്യങ്ങൾ ആനന്ദ് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞ് ചെയ്യാനായിട്ട് പോവാണ്. കാരണം ഇനി എനിക്ക് ദേവി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ഉൾക്കൊള്ളാൻ പറ്റില്ല. അമ്മയോടും കൂടെ പറയാണ്. പക്ഷെ ഗോമതി ഇത്രയും ക്രൂരമായിട്ട് ദേവിയോട് എന്ന് വെച്ചാൽ ഇത്രയേറെ സ്നേഹിച്ചത് കൊണ്ടാണ് ഗോമതിക്ക് അത്രയും ക്രൂരമായിട്ട് ദേവിയോട് ബിഹേവ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പം ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആനന്ദ് ഇനി ദേവി തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന ആ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. അപ്പം അത് പറയുകയും ചെയ്തു. ഉദയഭാനുവിന്റെ അടുത്തും ശ്രീകലയുടെ അടുത്തും ദേവിയെ രണ്ടാമത് കൂട്ടിക്കൊണ്ടുപോകാൻ, ദേവി ആരും അറിയാണ്ട് വന്നല്ലോ, കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അവർ വന്ന സമയത്ത് ആനന്ദ് ആ കാര്യം പറയുകയും ചെയ്തു. ഇനി എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാകില്ല, നിന്നെ ഞാൻ വിവാഹം വേർപ്പെടുത്തി തന്നെ ആക്കും എന്നുള്ളത് പറയുകയാണ്. പക്ഷെ അത് ആനന്ദ് ചെയ്യുകയും ചെയ്യും കേട്ടോ. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ധർമ്മന് ഈ വീട്ടിൽ, അതായത് കൃഷ്ണമംഗലത്ത് നിൽക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ടൊരു മനസ്സിനൊരു തൃപ്തി ആവുന്നില്ല. കാര്യം എന്നെ മുൻനിർത്തിക്കൊണ്ട് അച്യുതേട്ടൻ പല കളികളും കളിക്കുകയാണ്. അത് വേറൊന്നുമില്ല, അളിയനെയും എൻ്റെ ചേച്ചിയെയും തരം താഴ്ത്താനും അവരെ സമൂഹത്തില് ഒന്നുമില്ലാത്തവരാക്കി മാറ്റാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ്. പക്ഷെ ധർമ്മൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ധർമ്മന് ഒരു കള്ളൻ എന്ന പേരിൽ മുദ്ര കുത്തി പുറത്തിറങ്ങിയെങ്കിലും ഗോമതിയും ബാലൻ എന്ന് പറഞ്ഞ ധർമ്മൻ അവര് വിട്ടുള്ളൊരു കളിയില്ല. ഉള്ളിന്റെ ഉള്ളില് അവരോടുള്ള സ്നേഹം ധർമ്മൻ അത് അളന്നറിയിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹമാണ്. അങ്ങനെ ധർമ്മൻ സുകന്യായിട്ട് പറയുന്നുണ്ട്, എന്നെ മുൻനിർത്തിക്കൊണ്ട് ഇവർ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ, എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ അച്ചുവേട്ടൻ ഇപ്പോ ഉദയഭാനുവിനെയും കൂടെ പിടിച്ചുകൊണ്ട് അവരെ വെച്ചിട്ട് തിരിച്ച് ബാലന്, അതായത് അളിയനെതിരെ പല കളികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. സുകന്യെ, ഇതൊന്നും ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് തന്നെ ധർമ്മം പറയണ്. എന്നിട്ട് ധർമ്മം മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതായത് ഇനി ഇവിടെ നിൽക്കണ്ട, അതായത് എത്രയും പെട്ടെന്ന് ദേവമംഗലത്തോട്ട് താമസം മാറാം. കാര്യം എല്ലാവരും ഒരുമിച്ച് ആ ഒരു ജീവിതം പഴയതുപോലെ തന്നെ കെട്ടിക്കൊണ്ടുവരണം എന്നുള്ളത് ധർമ്മന്റെ മനസ്സിൽ തോന്നിയാണ്. പക്ഷെ സുകന്യ എന്ത് ചെയ്ത് അടുക്കില്ല. സുകന്യ പറയണത് നമുക്കായിട്ട് ദൈവം കൊണ്ടു തന്ന ഒരു വഴിയാണ്, അത് തട്ടിത്തെറിപ്പിച്ച് ധർമ്മേട്ടൻ കളയരുത്. കാരണം ധർമ്മേട്ടൻ ഇപ്പോഴും ബാലേട്ടന്റെയും ഗോമതി ചേച്ചിയുടെയും വാലാട്ടി നടക്കുന്ന പോലെ നടക്കാനാണോ ആഗ്രഹം? ഇവിടെ നിന്ന് പൊക്കോ, പക്ഷെ എങ്കിലും ആ കട കളയരുത്. അപ്പോഴേക്കും നമ്മുടെ ധർമ്മം പറഞ്ഞു, ഈ കട എനിക്ക് ഇട്ട് തരുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിനക്കറിയോ? അനന്തേട്ടന്റെ മനസ്സിൽ ഒരു നെഗറ്റീവും കാണില്ല. പക്ഷെ അച്ചുവേട്ടൻ എന്നെ മുൻനിർത്തി കളിക്കണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് എന്റെ കൂടെയുള്ള സ്നേഹം വെച്ചിട്ടല്ല അച്ചുവേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ ധർമ്മൻ ആരുടെ അടുത്തും പറയാണ്ട് ധർമ്മൻ മനസ്സിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് ഞാൻ ദേവമംഗലത്ത് പോവാണ്, പക്ഷെ പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. അതായത് എൻ്റെ ഒപ്പം ദേവിയും ദേവമംഗലത്ത് ഇനി ഉണ്ടാകും. അപ്പോ ഗോമതിയും ബാലനും അല്ലെങ്കിൽ ആനന്ദൊന്നും ഇനി ഒരിക്കലും നമ്മുടെ ദേവിയെ ഉൾക്കൊള്ളാൻ പോകുന്നില്ല. ദേവി ഒരിക്കലും ഇനി ദേവമംഗലത്തിട്ട് കയറ്റില്ല എന്നുള്ളത് തന്നെയാണ് അവരെ തീരുമാനം. പക്ഷെ നമ്മുടെ ധർമ്മൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ ഉദയഭാനുവിന്റെ വീട്ടിലോട്ട് പോവേണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ദേവിയെ കാണാനായിട്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ബെല്ലടിക്കുമ്പോൾ വന്ന് തുറക്കുന്ന നമ്മുടെ ഉദയഭാനുവാണ്. ഉദയഭാനുവിന് വല്ലാത്തൊരു നാണക്കേടാണ് ധർമ്മന്റെ മുഖത്ത് നോക്കാൻ, മറ്റൊന്നുമല്ല. കാരണം ആ 25,000 രൂപ കട്ടെടുത്ത കള്ളനാണ് ഉദയഭാനു. ആ കുറ്റം ധർമ്മനില് ആരോപിച്ച് ധർമ്മനെ കള്ളനാക്കിയാണ് ധർമ്മൻ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്. അപ്പൊ ആ ഒരു തെറ്റ് ചെയ്തിട്ട് ധർമ്മന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉദയഭാനുവിന് വല്ലാത്തൊരു നാണക്കേടാണ്. ധർമ്മനാണോ, എന്താ ധർമ്മ എന്നൊക്കെ ചോദിക്കണേ. ഒന്നുമില്ല, ദേവിമോളെ ഒന്ന് കാണാനായിട്ട് വന്നതാ. ദേവിമോൾ ഇവിടെ ഇല്ലേ? ഉണ്ട് ധർമ്മ, എന്റെ മോൾ ഇവിടെ ഉണ്ട്. അതെ, നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എനിക്കൊരു കള്ളൻ എന്ന പേര് മുദ്രകുത്തി തന്നല്ലോ,
എടോ നിങ്ങൾക്കൊരു നാണോ മാനോ ഇല്ലേ? എന്തിനാ കണ്ടവരുടെ പൈസ കട്ടും മോട്ടിച്ചുമാണോ ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ ഉദയഭാനുവിനെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ ഉദയഭാനു പറഞ്ഞു, ഒരു അബദ്ധം പറ്റിപ്പോയി ധർമ്മ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇതാണോ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തത്? ആയിക്കോട്ടെ, 25,000 രൂപ കട്ടു, അതുകൊണ്ട് നിങ്ങൾ ആ കള്ളത്തരം അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ പിന്നെ ഈ 5,000 രൂപയുടെ കേസിൽ നിങ്ങൾ കുടുങ്ങില്ലായിരുന്നോ? ആ 25,000 നിങ്ങൾ കട്ടതിന്റെ പേരിലല്ലേ ആനന്ദ് ആ കടയിൽ ഗോമതി സ്റ്റോറിൽ ഒരു ക്യാമറ വെച്ചതും അതുവഴി നിങ്ങളെ കയ്യോടെ പിടികൂടിയതും. പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കണം, ആ കള്ളത്തരത്തിന്റെ പേരിൽ ഇന്ന് ദേവി നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്കറിയാം ദേവി മോളെ. കാരണം അവള് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിർബന്ധ പ്രകാരം ഈ കല്യാണത്തിന് വഴങ്ങി നിങ്ങൾ പറഞ്ഞു കൊടുത്ത കള്ളത്തരങ്ങൾ പഠിപ്പിച്ചാണ് അവള് ദേവമംഗലത്ത് ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്തത്. പക്ഷെ ആ കുട്ടിക്ക് അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യണോന്ന് അറിഞ്ഞില്ല. അതിന്റെ ജീവിതമാണ് അത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് നിങ്ങൾ അച്ഛനും അമ്മയും മനസ്സിലാക്കിയിട്ടില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ നിങ്ങളോട് സംസാരിക്കാനല്ല വന്നത് എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ ദേവി എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രീകളെയും വന്നു. ധർമ്മനാണോ? അയ്യോ ധർമ്മ, എന്റെ മോളെ ജീവിതം പോയി ധർമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീകളെ അങ്ങോട്ട് നിലവിളിക്കുകയാണ്. ഇന്ന് കണ്ടില്ലേ, എന്റെ മോൾക്ക് രാവിലെ ഒരു വക്കീൽ നോട്ടീസ് വന്നേക്കണു. വക്കീൽ നോട്ടീസോ? ധർമ്മൻ ചോദിക്കുകയാണ്. അതേ ധർമ്മ, എന്റെ മോളെ വേണ്ടാന്ന് പറഞ്ഞ് അവൻ ഡൈവേഴ്സ് ചെയ്യാനായിട്ട് വിവാഹമോചന നോട്ടീസ് അയച്ചേക്കാ ധർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാട്ടോ. അപ്പൊ ധർമ്മൻ ചോദിച്ചു, ആനന്ദ് അങ്ങനെ അയച്ചോ? അതേ ധർമ്മ, അത് കിട്ടിയതോടുകൂടി എന്റെ മോള് നിലത്ത് കിടന്ന് കരഞ്ഞ് ബഹളം വെച്ച് ഇപ്പൊ ഒന്ന് പോയി ഞങ്ങളെ കൊണ്ടുപോയി ആശ്വസിപ്പിച്ച് കിടത്തിയതേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യും ധർമ്മ? ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലം എന്റെ മോളാണല്ലോ അനുഭവിക്കണം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ധർമ്മ. അപ്പൊ ധർമ്മം പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. ദേവി മോൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല. ആ ദേവമംഗലത്തെ എന്നെ ഉൾപ്പെടെ ഓരോരുത്തരെയും എങ്ങനെയാണ് അവൾ സ്നേഹിച്ചതെന്നും അവൾ എങ്ങനെയാണ് ഞങ്ങളെയൊക്കെ നോക്കിയിട്ട് ഉണ്ടെന്നുള്ളതും എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ദേവി മോൾ എന്തേ എന്ന് ചോദിച്ചിട്ട് ധർമ്മൻ ദേവി കിടക്കുന്ന റൂമിലോട്ട് ചെല്ലുകയാണ്. മോളെ ദേവി എന്ന് പറയണം. അപ്പൊ ദേവി ഉറങ്ങിപ്പോയിട്ടോ. സങ്കടവും സഹിക്കാൻ വയ്യാണ്ട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ദേവി ഉറങ്ങിപ്പോയതായിരുന്നു. അങ്ങനെ നമ്മുടെ ധർമ്മൻ ദേവി എന്ന് വിളിക്കുന്നതും ദേവി പെട്ടെന്ന് മാമ എന്ന് പറഞ്ഞിട്ട് ദേവി ഉറ്റെഴുന്നേൽക്കണം. ആ സൗണ്ട് കേട്ടപ്പോ തന്നെ ദേവിക്ക് മനസ്സിലായി അത് ധർമ്മമാമനാണെന്ന്. അങ്ങനെ ദേവി നേരെ ചാടി എഴുന്നേറ്റിട്ട്, മാമ എന്റെ ജീവിതം പോയി മാമ, ആനന്ദേട്ടൻ എന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചു. പോട്ട് മോളെ, സാരയില്ല. ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണത്. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്നെ ഡൈവേഴ്സ് ചെയ്യാനായിട്ട് വരെ ആനന്ദേട്ടൻ നോട്ടീസ് അയച്ചു മാമ. എന്റെ ഭാഗത്തല്ലേ മാമ തെറ്റ്? ഞാൻ ഇനി എന്ത് പറഞ്ഞ് അവരെ മുന്നിൽ നിൽക്കും? ഒരിക്കലും അമ്മയോ അല്ലെങ്കിൽ ബാലച്ചനോ ആനന്ദേട്ടനോ അല്ലെങ്കിൽ എന്റെ അനുജന്മാരോ അനുജത്തിമാരോ അവരൊരിക്കലും എന്നെ അംഗീകരിക്കില്ല മാമ. എന്റെ ഭാഗത്തല്ലേ തെറ്റ്? ഇല്ല മോളെ, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അതെ, നിന്നോടൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. അപ്പൊ ശ്രീകളെയും ഉദയഭാനു ഒക്കെ അടുത്തുണ്ട്. അതെ, ഞാൻ നിന്റെ മാമനായിട്ടോ അല്ലെങ്കിൽ സ്വന്തം സഹോദരനായിട്ടോ നീ എങ്ങനെയാണോ എന്നെ കാണുന്നത്, ആ ഒരു ബന്ധത്തിൽ ഞാൻ നിന്നോട് പറയാണ്, ഞാൻ തിരിച്ച് ദേവമംഗലത്തോട്ട് കയറാൻ പോവുകയാണ്. പക്ഷെ ഞാൻ കയറുമ്പോൾ എന്റെ വലതുവശത്ത് നിന്നെയും കൈപിടിച്ച് മാത്രമേ ഞാൻ കയറുള്ളൂ. നിന്നെ കയറ്റില്ല എന്നവർ പറയണമെങ്കിൽ പിന്നെ ഒരിക്കലും ദേവമംഗലത്ത് ഈ ധർമ്മമാമൻ കാലുകുത്തില്ല എന്ന് പറയുന്നു. അത് കേട്ടപ്പോ ദേവി പെട്ടെന്ന്, മാമ അത് വേണോ? ഞാൻ കാരണം മാമനും കൂടെ അവരെ മുന്നിൽ ഒരിതാവണ്ട മാമ. കാരണം പൊറുക്കാനാവാത്ത അത്രയും വലിയ തെറ്റ് ചെയ്തവളാണ് ഞാനും എന്റെ അച്ഛനും അമ്മയും ഒക്കെ. അപ്പോഴേക്കും സ്ത്രീകളെ പറയുന്നു, നീ ധർമ്മം പറയണ കേക്ക് ദേവി, നീ നിന്റെ അഭിപ്രായം പറയണ്ട. അവൻ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ വരുമ്പോ നീ അത് വേണ്ടാന്ന് വെച്ച് തടസ്സപ്പെടുത്തുകയാണോ? നീ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞു സ്ത്രീകളെ കിടന്ന് പറയണു. ഉദയഭാനു മിണ്ടാണ്ട് ഒരറ്റത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ധർമ്മം പറയുന്നുണ്ട്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നീ ഇപ്പൊ സാധനങ്ങൾ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നീ എന്റെ കൂടെ വരിക, ഇപ്പൊ തന്നെ നീ വരണോന്ന് പറയണ. അപ്പോഴേക്കും ദേവിക്ക് വല്ലാത്തൊരു പേടിയായി. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സ് നോട്ടീസും കൂടെ വന്നു കഴിഞ്ഞപ്പോ ദേവിക്ക് പിന്നെ അവരെയൊക്കെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അവിടെ ചെന്നാൽ തന്നെ ആനന്ദേട്ടൻ ഒരിക്കലും എന്നെ ഉൾക്കൊള്ളില്ല. ആനന്ദേട്ടൻ എന്നെ ഒരിക്കലും ആനന്ദേട്ടൻ ആ പഴയ ദേവിയായിട്ട് എന്നെ ഒന്ന് നോക്കുകൂടിയില്ല മാമ. നീ അതൊന്നും നീ നോക്കണ്ട. അതൊക്കെ പിന്നുള്ള കാര്യം. എത്രയും വേഗം നീ എന്റെ ഒപ്പം വരിക, വന്ന് ദേവമംഗലത്തോട്ട് കയറുക. അത് മാത്രമേ ഉള്ളൂ. നീ വേറെ
എക്സ്ക്യൂസ് ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം. നിന്റെ ധർമ്മമാമനാണ് പറയണത്, നിന്റെ നന്മയ്ക്കും നിന്റെ നല്ലതിനും വേണ്ടി മാത്രമേ ഈ ധർമ്മമാമൻ തീരുമാനം എടുക്കൂ എന്നുള്ളതും കൂടെ ധർമ്മൻ ഇങ്ങനെ പറയാനട്ടോ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവിക്ക് ഒരു കോൺഫിഡന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒപ്പം തന്നെ നമ്മുടെ സ്ത്രീകളെയും മോളെ മോളെ നീ അവൻ പറയണത് കേക്ക്, ധർമ്മം പറയണതാണ് ശരി, നീ അതുപോലെ ചെയ്യും മോളെ എന്നൊക്കെ സ്ത്രീകളെ പറഞ്ഞു പറഞ്ഞ് വിടേണ്. കാര്യം എന്താന്ന് വെച്ചാൽ ദേവി എങ്ങനെയെങ്കിലും അതിന്റെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്റെ ഇളയ മകളായ വിദ്യയുടെ കല്യാണം എന്തായാലും നടക്കുമല്ലോ. അപ്പൊ ഇത്രയും നല്ലൊരു അവസരം ഇനി വേറെ കിട്ടില്ല. അങ്ങനെ ധർമ്മന്റെ ഒപ്പം ദേവി പോവാണ്. അങ്ങനെ ദേവി ദേവമംഗലത്തെത്തി. അപ്പൊ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും അവിടെ നിൽക്കണം കേട്ടോ. എല്ലാരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. ധർമ്മമാമന്റെ ഒപ്പം ദേവി ഏട്ടത്തിയുണ്ട്. അപ്പൊ മീനുവും മിത്രയും ഗോമതിയും ബാലച്ചനും എല്ലാരും ഉണ്ട്, ആനന്ദ് ഉൾപ്പെടെ. അപ്പൊ ധർമ്മം പറഞ്ഞു, ഞാൻ ദേവമംഗലത്തോട്ട് തിരിച്ച് താമസിക്കാനായിട്ട് വരികയാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ എല്ലാവർക്കും പെട്ടെന്ന് ധർമ്മമാമൻ തിരിച്ച് നമ്മുടെ ദേവമംഗലത്തോട്ട് വന്നല്ലോ, ആ പ്രശ്നത്തോടു കൂടി ഉദയഭാനുവാണ് കള്ളനാണെന്ന് എല്ലാം അറിയിച്ച് നമ്മൾ ചെന്ന് വിളിച്ചിട്ടും മാമൻ വന്നില്ല. പക്ഷെ ഇപ്പൊ മാമൻ സ്വമേധയാ വന്നൊക്കെയാണ്. പക്ഷെ ഒപ്പം ദേവിയുണ്ട്. അതാണ് ബാലനെയും ഗോമതിയെയും ആനന്ദിനെയും ഒന്ന് ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ധർമ്മൻ ഒരു കാര്യം പറഞ്ഞു, ഏട്ടത്തി അളിയ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അതായത് ഞാൻ ഈ ദേവമംഗലത്ത് കാലെടുത്ത് വെക്കണമെങ്കിൽ എൻ്റെ ഒപ്പം ദേവി ഉണ്ടായിരിക്കും. ദേവി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ദേവമംഗലത്ത് കാല് വയ്ക്കുള്ളൂ. കാരണം എനിക്ക് പഴയതുപോലെ ഈ ദേവമംഗലം, എനിക്ക് ആ ഒരു ജീവിതം മതി. അല്ലാണ്ട് ദേവിയും ആനന്ദും തമ്മിൽ വേർപിരിഞ്ഞൊരു ജീവിതം എനിക്കത് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെ നമ്മുടെ ധർമ്മന്റെ ഈ ഒരു ആവശ്യം ആർക്കും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ധർമ്മനെ ഒരിക്കലും തിരിച്ചുവിടാൻ പറ്റില്ല. അപ്പൊ ഒടുവിൽ എല്ലാവരും എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതിയിട്ട് ദേവിയെയും കൂടെ നമ്മുടെ ദേവമംഗലത്തോട്ട് കയറാൻ അനുവദിക്കണം. ഗോമതിക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ്. നമ്മുടെ ആനന്ദിനാണെങ്കിലും എന്ത് ചെയ്യണോന്നറിയില്ല. കാരണം ഒരു ഡൈവേഴ്സ് നോട്ടീസ് വരെ അയച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ അവളെ അംഗീകരിക്കാനോ, എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഒരു ആണായി നടക്കണത്? ഇത്രയും എന്റെ കുടുംബത്തിനോടും എന്നോടും വഞ്ചനയും ചതിയും കള്ളത്തരവും ചെയ്ത ഒരുവളെ വീണ്ടും ഇനി എന്റെ കുടുംബത്തിലോട്ട് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലോട്ട് അവളെ ഞാൻ വീണ്ടും കയറ്റാനോ? അതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആനന്ദിനും അതുപോലെ ബാലനും ഒക്കെ ആകെ ഒരു ഇതാവാണ്. ഇതേ സമയം നമ്മുടെ അച്യുതന് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ. അച്യുതൻ പറയണ, ഇത്രയും ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടും കണ്ടില്ല അനന്തേട്ടാ, അവൻ നമ്മളെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയിക്കുന്നു. ഇത് ആർക്ക് വേണ്ടിയിട്ടാ തുടങ്ങിയത്? കാരണം അച്യുതന് വേറൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും ബാലനെ ഇരുത്തണം, ബാലനെ അടി പറ്റിക്കണം എന്നുള്ളതാണ്. അവന്റെ ഗോമതി സ്റ്റോർ അതിന് നിലനിൽക്കരുത്, എന്നേക്കുമായിട്ട് തകർന്ന് നശിക്കണം, അത് മാത്രമേ നമ്മുടെ അച്യുതനുള്ളൂ. പക്ഷെ അനന്തൻ ആ ഒരു ചിന്താഗതിയല്ല കേട്ടോ. എന്റെ മോളും കൂടെയാണ് ആ കുടുംബത്തുള്ളത്. കാര്യം എനിക്ക് ഗോമതിയോട് ദേഷ്യമുണ്ട്, ബാലനോടും ദേഷ്യമുണ്ട്. പക്ഷെ മക്കളോടോ മരുമക്കളോടോ അത് വെച്ച് പെരുമാറാൻ ഒരിക്കലും അനന്തനോ നന്ദിതയ്ക്കോ താല്പര്യമില്ല. പക്ഷെ അച്യുതന് ഈ അലോകിനോട് ചെയ്ത ഓരോ ആ ഒരു ഇതും കണക്കിലെടുത്ത് അച്യുതൻ എങ്ങനെ ബാലനെ ഇരുട്ടടി അടിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ ഇന്ദിരാമ്മയ്ക്കും നമ്മുടെ നന്ദിതയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. കാരണം ധർമ്മൻ ചെയ്ത കാര്യം ശരിയായ ഒരു നടപടിക്രമം തന്നെയാണ്. കാരണം അവൻ ഈ സമയത്ത് നമ്മുടെ ദേവി മോളെ കൂടെ കയറ്റി കഴിഞ്ഞാൽ എന്തായാലും ദേവിക്ക് ദേവമംഗലത്ത് ഒരു സ്ഥാനം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇനി കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ ദേവി ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒരു വലിയ ഒരു ഇത് തന്നെയാണ് ദേവിയുടെ തലയിൽ വരുന്നത്. കാരണം എന്താന്ന് വെച്ചാല് തന്റെ ജീവിതത്തിൽ ഒരിക്കലും അവരാരും ഇനി അംഗീകരിക്കില്ല. ആ പഴയ ഒരു സ്നേഹം ഒരിക്കലും ആരും കാണിക്കില്ല. പക്ഷെ മിത്രയും മീനാക്ഷിയും ദേവിക്കൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം ദേവിക്ക് ഉറപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് സാന്ത്വനം 2 ഇനിയിപ്പോ വരാനുള്ള എപ്പിസോഡുകളിലായിട്ട് വരുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് നാളത്തെ ആയിട്ടല്ല, ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതാണ്. ഇനി വരാനുള്ള എപ്പിസോഡുകളുടെ ഒരു ഇൻട്രോ. ധർമ്മൻ മുൻകൈ എടുത്ത് ദേവമംഗലത്ത് ആ പഴയ സന്തോഷം കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് സാന്ത്വനം 2 ഇനി വരാനുള്ള എപ്പിസോഡ് പ്രൊമോയുടെ വൈൻഡപ്പ് ആവാൻ കേട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.